യൂറോപ്യൻ യൂണിയനും മെക്സിക്കോയ്ക്ക് 30% താരിഫ് ചുമത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് തിരിച്ചു നികുതി ചുമത്തിയാൽ നിലവിലേതിനേക്കാൾ ഉയർന്ന താരിഫ് ചുമത്തുമെന്ന മുന്നറിയിപ്പുമുണ്ട്. താരിഫ് ചുമത്തിയ നടപടിയെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ എതിർത്തു. കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, നിർണായകമായ ഒരു പ്രഖ്യാപനം ഇപ്പോൾ ട്രംപ് നടത്തിയിരിക്കുകയാണ്. എന്താണ് മറ്റു വിവരങ്ങൾ? വിഷ്ണു, തീർച്ചയായും 27ഓളം യൂറോപ്യൻ രാജ്യങ്ങൾക്കും അതുപോലെ തന്നെ മെക്സിക്കോയ്ക്കുമാണ് 30% അധികം താരിഫ് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവ് അല്ലെങ്കിൽ അതിനുള്ള നീക്കം നടത്തുന്നു എന്ന നിലപാട് ഇപ്പോൾ ട്രംപ് അറിയിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 1 മുതൽ സ്വാഭാവികമായും നേരത്തെയുള്ള താരിഫുകൾ ഏർപ്പെടുത്തുന്ന ദിവസം പോലെ തന്നെ ഓഗസ്റ്റ് 1 മുതൽ ഈ രണ്ട് യൂറോപ്യൻ യൂണിയനും അതുപോലെ തന്നെ മെക്സിക്കോയ്ക്കും താരിഫ് ഏർപ്പെടുത്തുമെന്ന വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. അത്തരത്തിലുള്ള നിലപാട് അറിയിക്കുകയും ചെയ്തു എന്നാണ് അറിയാനും സാധിക്കുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, യൂറോപ്യൻ യൂണിയനുമായുള്ള ചർച്ചകൾ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് ദീർഘകാലം ചർച്ചകൾ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ താരിഫ് ഏർപ്പെടുത്തുക എന്ന നീക്കത്തിന് വിട്ടുവീഴ്ച ചെയ്യാനാവില്ല എന്നൊരു നിലപാടാണ് ട്രംപ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മെക്സിക്കോയ്ക്കും 30% അധിക താരിഫ് ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനവും ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അത് പ്രധാനമായും എടുത്തു പറയുന്നത് നമുക്കറിയാവുന്നതാണ്, മയക്കുമരുന്ന് ഉൾപ്പെടെ അതിർത്തി കടത്തി അമേരിക്കയിൽ എത്തുന്ന അല്ലെങ്കിൽ യുഎസിൽ എത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഒരു പശ്ചാത്തലമുണ്ട്. അത് അതിർത്തിയിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനും കുടിയേറ്റവും അനധികൃത കുടിയേറ്റവും ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് കടത്തും നിയന്ത്രിക്കുന്നതിന് കാര്യമായ ഇടപെടൽ മെക്സിക്കോയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നൊരു ആരോപണം കൂടി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് അധിക നികുതി ചുമത്തുന്നതെന്നും ട്രംപ് വിശദീകരിച്ചു. ശരി, ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്.